Hi all, welcome to TradeMax. It's me, Rahul Bashir, your Forex mentor. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പിപ്പ് എന്താണെന്ന് പഠിച്ചു, പിപ്പ് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫോറക്സിൻ്റെ തന്നെ ടെർമിനോളജിയിലെ ലോട്ടിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പല ആൾക്കാർക്കും ലോട്ട് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ലോട്ട് എന്താണെന്ന് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഡോളറോ യൂറോയോ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ് ആയ ലോട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ അതെന്താണ് യൂണിറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോട്ടിലേക്ക് വരുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ലോട്ട് സൈസിന് 3 കാറ്റഗറി ആയിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്: മൈക്രോ, മിനി ആൻഡ് സ്റ്റാൻഡേർഡ്. ഒരു മൈക്രോ ആൻഡ് മിനി സ്റ്റാൻഡേർഡ് ലോട്ട് സൈസിന് എത്ര യൂണിറ്റ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. മൈക്രോ ലോട്ട് വരുന്നത് ഏകദേശം ഒരു 1000 യൂണിറ്റ് ആണ് വരുന്നത്. ആൻഡ് മിനി ലോട്ട് വരുന്നത് 10,000 യൂണിറ്റും ആൻഡ് സ്റ്റാൻഡേർഡ് ലോട്ട് വരുന്നത് 1 lakh യൂണിറ്റും ആണ്. സോ ഈ നമ്പേഴ്സ് കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരു ബിഗിനറെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോയും മിനി ലോട്ട് സൈസാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആൻഡ് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിലാണെന്ന് നമുക്ക് നോക്കാം. മൈക്രോയിൽ ലോഡ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0.01 ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ പിപ്പ് എങ്ങനെ മൂവ് ചെയ്യുന്നു പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ഈ പിപ്പും ഈ ലോഡ് സൈസും യൂസ് ചെയ്തിട്ട് ഒരു പിപ്പ് മൂവ്മെൻറ്റിന് എത്രയാണ് നമുക്ക് ഏണിങ്സ് അല്ലെങ്കിൽ എത്രയാണ് ലോസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈക്രോ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മൈക്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് 0.01 പറഞ്ഞു അല്ലേ. അപ്പോൾ 0.01 ഒരു പിപ്പ് മൂവ് ചെയ്യുന്നതിന് നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $0.1 ആണ്. അപ്പോൾ മിനി ലോഡ് സൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലോ മിനി ലോഡ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0.1 ഓക്കെ. അപ്പോൾ 0.1 ലോഡ് സൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പിപ്പ് മൂവ്മെൻറ്റിന് $1 ആയിരിക്കും നമുക്ക് അവിടെ ഏണിങ്സ് കിട്ടുക. നമ്മളുടെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് പോകുന്നതെങ്കിൽ നമുക്ക് എന്താ $1 തന്നെ ആയിരിക്കും ലോസ്. അപ്പോൾ പിപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാം, മുകളിലേക്കും പോവാം താഴത്തേക്കും പോവാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് മൈനസ് ആൻഡ് പോസിറ്റീവ് ആയിട്ട് വരും. ആൻഡ് ലാസ്റ്റ് നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ലോഡ് സൈസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലോഡ് സൈസ് എന്ന് പറയുന്നത് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പിപ്പാണ് മൂവ് ചെയ്യുമെങ്കിൽ $10 ആയിരിക്കും അവിടെ ഏണിങ്സ് അല്ലെങ്കിൽ ലോസ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ക്യാപിറ്റൽ വെച്ചിട്ട് റൈറ്റ് ആയിട്ടുള്ള ലോഡ് സൈസ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ ഇവിടെ ഒരു $10,000 ആണ് എൻ്റെ ക്യാപിറ്റലായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നോർമലി ഒരു പ്രൊഫഷണൽ ട്രേഡർ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ 1% ആണ് എപ്പോഴും റിസ്ക് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് $10,000 ക്യാപിറ്റലിൻ്റെ 1% എന്ന് പറയുന്നത് $100 ആണ്. അപ്പോൾ എനിക്ക് ഒരു ട്രേഡിൽ $100 ആണ് മാക്സിമം എനിക്ക് റിസ്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ഏരിയ എത്ര പിപ്പ് ഉണ്ടെന്നാണ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഏരിയ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് എനിക്ക് എന്താ ബൈ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഒരു ബൈയുടെ ടൂൾ എടുക്കുകയാണ്. സോ ഇവിടെ നിന്ന് എൻ്റെ എൻട്രി എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ഏരിയയിലേക്കാണ് ഞാൻ ടാർഗറ്റ് വയ്ക്കുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2.3 ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മൗസ് ഓവർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് താഴെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഏരിയയുടെ പിപ്പ് വരുന്നത് 10.3 പിപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ $100 വെച്ചിട്ട് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ലോഡ് സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നിങ്ങൾക്ക് ഒരു സൈറ്റ് പരിചയപ്പെടുത്താണ്, FXTM പിപ്പ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു സൈറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ ഗൂഗിളിൽ FXTM പിപ്പ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഫസ്റ്റ് കാണുന്ന റിസൾട്ടിൽ കാണാം പിപ്പ് കാൽക്കുലേറ്റർ ഫോറക്സ് പിപ്പ് വാല്യൂ ഇൻസ്റ്റൻ്റ്ലി. സോ അപ്പോൾ ഞാനിതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിപ്പ് കാൽക്കുലേറ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മൾ ഏത് കറൻസിയിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത കറൻസി. സോ ഞാൻ നോർമലി മിക്ക ആൾക്കാരും കറൻസി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് $. സോ ഞാനിവിടെ $. കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് പെയറിലാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് EUR/USD പെയറിലാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ EUR/USD എന്ന് സെലക്ട് ചെയ്യുകയാണ്. സോ നമ്മുടെ ഈ ഡ്രോപ്പ് ഡൗണിൽ എല്ലാ ഫോറക്സ് പെയേഴ്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നമുക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ EUR/USD സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് സൈസ് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നമ്മളുടെ പിപ്പ് കൊടുത്തതിന് ശേഷം കൊടുക്കാം. ഇപ്പോൾ ഇവിടെ താഴെ പിപ്പ് എമൗണ്ട് എന്നുള്ളൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഞാനിവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയ, അതായത് ഞാൻ ഈ എൻട്രി എടുക്കാൻ പോകുന്ന ഏരിയ എത്ര ഉണ്ടെന്ന് ഞാനിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.3 എന്ന് പറഞ്ഞ ഒരു പിപ്പ് വാല്യൂ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഈ കാൽക്കുലേറ്ററിൽ ഇവിടെ ഞാൻ പിപ്പ് വാല്യൂ കൊടുക്കുകയാണ്. 10.3 എന്ന് പറഞ്ഞ പിപ്പ് വാല്യൂ ഞാനിവിടെ കൊടുത്തു.
ആൻഡ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് സൈസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ലോഡ് സൈസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോ, മിനി ആൻഡ് സ്റ്റാൻഡേർഡ് ലോഡ് സൈസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ റിസ്ക് നമ്മളുടെ ക്യാപിറ്റലിനനുസരിച്ച് റിസ്ക് ചെയ്യാൻ പറ്റുന്നത് $100. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ കൊടുക്കുകയാണ്, ഒരു 1 ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ വരാൻ പോകുന്ന റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്? $103 ഇവിടെ റിസ്ക് വരാം. അപ്പോൾ ഓൾമോസ്റ്റ് എന്താ നമുക്ക് $100 1 ലോട്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ അതിനും കുറവാണ്, ഒരു $1000 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ലോഡ് സൈസ് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 0.5 എന്നുള്ള ലോഡ് സൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും $51 ഈ ട്രേഡിന് നമുക്ക് റിസ്ക് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു $10 റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 0.1 കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് $10. അപ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ അറിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലെയുള്ള ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് കാണാനായിട്ട് ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറക്സിൻ്റെ ബിഗിനർ സീരീസ് തന്നെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ തൊട്ട് നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ഡൗട്ട്സും കമൻസ് ആയിട്ട് നമ്മളെ അറിയിക്കുക. ആൻഡ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.